ആലപ്പുഴ മാന്നാർ കൊലപാതകത്തിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകും. ഒന്നാം പ്രതിയായ അനിൽകുമാർ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിയതിനു ശേഷം തെളിവെടുപ്പ് നടത്താൽ മതി എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. 15 വർഷങ്ങൾക്ക് ശേഷം പുറത്തുവന്ന കൊലപാതക കേസിൽ തെളിവ് ശേഖരണമാണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. കേസിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്കപ്പുറത്ത് പുതിയതായി ഒരു തെളിവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനാകുന്നില്ല. കസ്റ്റഡി കാലയളവിൽ 3 പ്രതികളെയും 3 പോലീസ് സ്റ്റേഷനുകളിലായാണ് കൂടുതൽ സമയം ചോദ്യം ചെയ്തത്. എന്നാൽ പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ വലയ്ക്കുകയാണ്. 6 ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും പോലീസിന് തെളിവെടുപ്പടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാനായില്ല. പുതിയ നിയമത്തിന്റെ സാധ്യത ഉപയോഗിച്ച് എത്രയും വേഗം ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ സൂത്രധാരനുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഒന്നാം പ്രതി അനിൽകുമാറിനെയും മറ്റുള്ള പ്രതികളെയും ഒന്നിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കേസിലെ മറ്റു നിഗൂഢതകളുടെ ചുരുളഴിയുകയുള്ളൂ. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ ഇന്ന് വീണ്ടും കോടതിയിൽ നൽകിയേക്കും. അതേസമയം പ്രതിഭാഗത്തിന്റെ ജാമ്യ അപേക്ഷയും ചെങ്ങന്നൂർ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. 24 ആലപ്പുഴ.